പിന്നെ എനിക്ക് കുറച്ച് ചെറിയ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് കുറച്ച് കല്ലുമ്മക്കായ നിറച്ചതും അതുപോലെ ബാക്കി കുറച്ച് കൊണ്ട് ഞാൻ കല്ലുമ്മക്കായ അച്ചാറിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രീതിയിലാട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കല്ലുമ്മക്കായയിൽ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഇറന്നെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് ഇറന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും അറിയില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കാതെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടാക്കുക, എന്തും അങ്ങനെ അറിയില്ല എന്നും പറഞ്ഞ് അവിടെ ഇടാതെ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് എൻ്റെ എല്ലാ ഫുഡായാലും എല്ലാം ഞാൻ ഉണ്ടാക്കി പഠിച്ചതും ഞാൻ തന്നെ സ്വയം ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അതിൽ സക്സസ് ആവുകയും ചെയ്യലുണ്ട്. അപ്പോൾ അതിനുശേഷം കല്ലുമ്മക്കായ ഇറന്നതിന് ശേഷം ഞാൻ ഒരു പാത്രം വെച്ചിട്ട് കല്ലുമ്മക്കായ അതിലേക്ക് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലെണ്ണയിലാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു നല്ല പൊരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അത് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാനതിലേക്ക് ചേർത്തിട്ടില്ല. ചേർക്കാമെന്ന് വെച്ചാൽ അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, കുട്ടികളൊക്കെ കൂട്ടുന്നല്ലേ. അങ്ങനെ കല്ലുമ്മക്കായ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ, എള്ളെണ്ണയാണ്, നല്ലെണ്ണ, അതേ എണ്ണയിലാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തത് മുറിച്ചിട്ട് ചെറുങ്ങനെ ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അച്ചാർ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തീ ഒന്ന് സ്ലോ ആക്കുക. പിന്നെ തീയിൽ വെക്കേണ്ട ആവശ്യമില്ല, പിന്നെ തീ ഓഫ് ആക്കുക. അതിനുശേഷം ഈത്തപ്പഴം നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഈത്തപ്പഴം കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് പിന്നെ അടുപ്പത്ത് നിന്ന് കീച്ചതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കല്ലുമ്മക്കായ അച്ചാർ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ലൂസാക്കാം. എനിക്ക് അധികം ലൂസ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അച്ചാറല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം. നല്ല അച്ചാറാണ് കല്ലുമ്മക്കായ അച്ചാർ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇട്ട് നോക്കി ഇത് ഉണ്ടാക്കി ശരിയായതാണ്. അപ്പോൾ അടിപൊളി അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി.